ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രെഡ് ഐസ്ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ കളർ പോർഷൻസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബ്രെഡുകളെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് 1/2 ലിറ്റർ പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. പാല് നല്ലപോലെ ഒന്ന് തിളക്കുമ്പോൾ നമുക്കിതിലേക്ക് ബ്രെഡ് പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ബ്രെഡ് പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പാലിലേക്ക് ഇടുമ്പോൾ തന്നെ ബ്രെഡ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. കണ്ടൻസ് മിൽക്ക് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പിന് പകരം 1/2 കപ്പ് പഞ്ചസാര നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പഞ്ചസാര നല്ലപോലെ മെൽറ്റായി വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, പെട്ടെന്ന് അടിക്ക് പിടിക്കും. നമുക്കിതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കണ്ടൻസ് മിൽക്ക് കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്ട്രോബെറിയോ പിസ്തയോ അങ്ങനെ എന്തെങ്കിലും ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലപോലെ ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ബ്രെഡ് മിക്സ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ബ്രെഡ് മിക്സ് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സ് ഒരു എയർ കണ്ടെയ്നറിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂടിയിട്ട് ഇതിന് 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുക്കണം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്കത് എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ഐസ്ക്രീമിന് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടും. ഇപ്പോൾ ഞാൻ ഈ ഐസ്ക്രീമിനെ ഫ്രീസറിൽ വെച്ചിട്ട് 2 മണിക്കൂർ
നന്നായിട്ട് സെറ്റാക്കിയതിന് ശേഷം എടുത്തതാണ്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലപോലെ പതഞ്ഞ് വരുന്ന രീതിയിൽ ഒന്നുകൂടി അടിച്ചു കൊടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് വേണം അടിക്കാൻ. ഇപ്പോൾ ഇതാ നല്ല പോലെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒരു 8 മണിക്കൂർ നമുക്കൊന്നും കൂടി ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഒരു വൈകുന്നേരമാണ്. ഇനി ഞാനിതിനെ ഓവർനൈറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കിയിട്ടാണ് എടുക്കുന്നത്. ഓവർനൈറ്റ് സെറ്റാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ്. അപ്പോൾ നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് രാവിലെ എടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ രാവിലെ ഐസ്ക്രീം എടുത്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഐസ്ക്രീം നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം എൻ്റെ കയ്യിൽ ഐസ്ക്രീം സ്കൂപ്പർ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യാൻ പോകുന്നത്. സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഐസ് ക്രിസ്റ്റൽസ് ഒന്നും ഫോം ചെയ്തിട്ടൊന്നുമില്ല. നല്ല ക്രീമി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കിയാകുന്ന സമയത്ത് നമുക്കിതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.